Hi everyone. Once again, welcome back to BMC English. My name is Binu, and today in this lesson we are going to understand how to make negative sentences in the simple future. What does the simple future indicate? The simple future denotes that action will take place in future. But when we practice the negative aspect of simple future, it says that something will not happen in the future. അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം വിശകലനം ചെയ്ത് പരിശീലിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെ നിഷേധവാക്യങ്ങൾ ഉണ്ടാക്കാം അഥവാ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത വില്ല് എവിടെ ഉപയോഗിക്കണം, ഷാൾ എവിടെ ഉപയോഗിക്കണം എന്നതാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഷാളിൻ്റെ പ്രയോഗം പ്രത്യേകിച്ച് മോഡേൺ ഗ്രാമറിൽ, മോഡേൺ യൂസേജിൽ വളരെ റെയറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നിരുന്നാലും ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, ഷാള് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു സജഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഓഫർ ചെയ്യാനൊക്കെ നമ്മൾ ഷാളാണ് വില്ലിനേക്കാൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഷാൽ ഐ ഹെൽപ്പ് യു അല്ലേ, അല്ലെങ്കിൽ ഷാൽ ഐ മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ യു, ഷാൽ വി ഗോ ഫോർ എ ഫിലിം ടുനൈറ്റ് എന്നൊക്കെ നമുക്ക് ഒരു സജഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫറായിട്ടോ പറയാൻ അവിടെ വില്ല് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഷാള് ഉപയോഗിക്കണം. ഇത്രയും മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് വില്ല് ഉപയോഗിക്കണോ ഷാൾ ഉപയോഗിക്കണോ എന്ന് തോന്നുന്ന ഒരു അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വിൽ ഓർ വിൽ നോട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും വിൽ അല്ലെങ്കിൽ വിൽ നോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു ഓഫർ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ കൊടുക്കുന്ന ഭാഗമല്ലാത്ത ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അർത്ഥം. ഓക്കെ, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിൽ നോട്ട്, അതായത് ഫ്യൂച്ചർ ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വിൽ നോട്ട് പ്ലസ് V1 ആണ്. അത് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഷാൾ നോട്ട് അല്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഫ്യൂച്ചറിൽ ഒരു കാര്യം സംസാരിക്കാൻ വളരെ ലളിതമായിട്ട് നമുക്ക് വിൽ നോട്ട് അല്ലെങ്കിൽ വിൽ ഉപയോഗിച്ചാൽ മതി. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ സംസാര ഭാഷയിൽ ഏറ്റവും ഷോർട്ട് ഫോം ആയിട്ടാണ് അധികം ഉപയോഗിക്കാറ്. അപ്പോൾ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്? വോണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇതും കൂടെ ശ്രദ്ധയിൽ പെടുത്തുക. ഇനി നമുക്ക് ധാരാളം സെൻറ്റൻസുകൾ പരിശീലിക്കാം. And I'm sure that when you go through all this example, you will get a clear picture of how to make especially negative sentences in the simple future. Okay, so let's get started. Let me write the first example. Simple future negative sentences. See the first example. He will not അല്ലേ, അതായത് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ് വില്ലിൻ്റെ കൂടെ നോട്ട് എന്ന് പറയുന്ന ആഡ് വേർബ് നിർബന്ധമായിട്ടും ചേർക്കുക എന്നുള്ളത്. ഹി വിൽ നോട്ട് ഗോ ടു സ്കൂൾ ടുമോറോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവൻ നാളെ സ്കൂളിൽ പോകില്ല. അതായത് ഫ്യൂച്ചറിൽ നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ പോവില്ല, പറയില്ല, സംസാരിക്കില്ല എന്ന നിഷേധ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഈ നിഷേധവാക്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആഡ് വേർബാണ് നോട്ട്. ഈ നോട്ട് കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഇത് നിഷേധവാക്യമായിട്ട് മാറുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഷീ വിൽ നോട്ട്. She will not call you. അവൾ നിങ്ങളെ വിളിക്കില്ല. നോക്കൂ, ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ്, അതിനുശേഷം വിൽ പ്ലസ് നോട്ട് അല്ലേ. വിൽ എന്ന് പറയുന്ന ഓക്സിലറി, അതിനുശേഷം നോട്ട് എന്ന് പറയുന്ന ആഡ് വേർബ് പ്ലസ് V1. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ
സിമ്പിൾ ഫ്യൂച്ചർ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മാറും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹീ വിൽ നോട്ട്. ഓക്കെ, ഇതിൻ്റെ ഷോർട്ട് ഫോം എഴുതുകയാണെങ്കിൽ വോണ്ട് അല്ലേ, ഇതും കൂടെ പരിശീലിക്കുക. ഹീ വിൽ നോട്ട് ഓർ ഹീ വോണ്ട് പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്. അവൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കില്ല. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു എ ഫ്യൂ മോർ എക്സാമ്പിൾ. I will not watch TV tonight. ഇന്ന് രാത്രി ഞാൻ ടി വി കാണില്ല. അപ്പം വിൽ നോട്ട് അല്ലേ, അവിടെ ഷോർട്ട് ഫോം ആയിട്ടാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഐ വോണ്ട് വാച്ച് ടി വി ടുനൈറ്റ്. ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് പരിശീലിക്കാം. ലെറ്റ് മീ റബ് ഇറ്റ് ഓഫ്. നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് തന്നെ വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇംഗ്ലീഷ് കേട്ടുകൊണ്ടാണ് നമ്മൾ അത് പരിശീലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചില എപ്പിസോഡിൽ ഇംഗ്ലീഷ് മാത്രമായിട്ട് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഞാൻ തരുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. Okay, so anyway, let me write the next example. They will not submit the report tomorrow. They will not submit the report tomorrow. നാളെ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, സബ്ജക്റ്റ്, ദെൻ വിൽ നോട്ട്, ദെൻ എന്താണ് വേർബ് 1. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഷീ വിൽ നോട്ട് ഓർ ഷീ വോണ്ട് സിങ് എ സോങ്. അവൾ ഒരു പാട്ട് പാടില്ല. നോക്കൂ, സബ്ജക്റ്റ് വോണ്ട്, ദെൻ വേർബ് 1. ദ നെക്സ്റ്റ് വൺ, ഐ വിൽ നോട്ട് or won't. I won't clean the room. ഞാൻ റൂം ക്ലീൻ ചെയ്യില്ല. ഇങ്ങനെ വളരെ ലളിതമായിട്ട് കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാൻ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആവാതെ വളരെ ലളിതമായിട്ട് പരിശീലിക്കാം. The next example, it will not rain in the evening. വൈകുന്നേരം മഴ പെയ്യില്ല. ഓക്കെ, സബ്ജക്റ്റ് ആൻഡ് പ്ലസ് വിൽ നോട്ട്, ദെൻ വേർബ് 1. ദ നെക്സ്റ്റ് വൺ, ഷീ വിൽ നോട്ട് go to college. She will not go to college tomorrow. അവൾ നാളെ കോളേജിൽ പോകില്ല. ഓക്കെ, എല്ലാം നിഷേധിച്ചുകൊണ്ട് പറയണം. ദ നെക്സ്റ്റ് വൺ, രവി വിൽ നോട്ട് ഓർ വോണ്ട് അല്ലേ, രവി വോണ്ട് ബൈ എ ന്യൂ കാർ. രവി പുതിയൊരു കാറ് വാങ്ങിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസുകൾ പ്രത്യേകിച്ച് വിൽ നോട്ട് വെച്ചിട്ട് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ബി ഗോയിങ് ടു എന്ന് പറഞ്ഞ ഒരു പ്രയോഗം പരിചയപ്പെടുത്തി തന്നിരുന്നു. നമുക്കിന്ന് അതിൻ്റെ കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസുകളിലൂടെ പരിശീലിക്കാം. ഓക്കെ, ബി ഗോയിങ് ടു.
അത് പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്നതായിരുന്നു ബി ഗോയിങ് ടു. അതിൻ്റെ നെഗറ്റീവ് എന്തായിരിക്കും? ബി ഗോയിങ് ടു അല്ലേ? ഇതിൻ്റെ നെഗറ്റീവ് നോട്ട് ഗോയിങ് ടു എന്നാണ്. നോട്ട് ഗോയിങ് ടു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ ബി എന്ന് പറയുന്നതാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ബി എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആം ഇല്ലേ? പ്രത്യേകിച്ച് സബ്ജക്റ്റ് ആയി വരുമ്പോൾ മാത്രമാണ് ആം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഐ ആം. ദെൻ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗോയിങ് ടു അല്ല വേണ്ടത്, നോട്ട് ഗോയിങ് ടു എന്നാണ്. അപ്പോൾ ഐ ആം നോട്ട് ഗോയിങ് ടു. ഓക്കെ. ദെൻ സബ്ജക്റ്റ് യു, ദേ, വി വന്നു കഴിഞ്ഞാൽ എന്താണ് ഉപയോഗിക്കുക? പറഞ്ഞേ. യെസ്, തീർച്ചയായിട്ടും ആർ നോട്ട് ഗോയിങ് ടു. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ഹീ, ഷീ, ഇറ്റ്, ഏതെങ്കിലും പേര് അല്ലേ, രവി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈസ് നോട്ട് ഗോയിങ് ടു. ഓക്കെ. ഇങ്ങനെയാണ് ആ നെഗറ്റീവ് പാറ്റേൺ വരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഐ ആം നോട്ട് ഗോയിങ് ടു എന്ന് പറയുമ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോകുന്നില്ല എന്ന് പറയാനല്ല, ഭാവിയിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ബി ഗോയിങ് ടു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശീലിച്ചിരുന്നത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പരാമർശിക്കാനാണ്. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എന്തായിട്ട് വരിക? നെഗറ്റീവ് അല്ലേ? നിഷേധമായിട്ടുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമുക്ക് ധാരാളം എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. Let me write the first example. I am not going to. I'm not going to buy a new car. ഞാൻ പുതിയൊരു കാറ് വാങ്ങിക്കില്ല എന്നർത്ഥത്തിലാണ്. അതായത് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന ആ ഒരു തത്സമയം നടക്കുന്ന പ്രവൃത്തിയല്ല ഇത്. ഭാവിയിൽ അങ്ങനെ ചെയ്യില്ല അല്ലെ അങ്ങനെ വാങ്ങില്ല എന്ന ഒരു ധ്വനിയിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? The next one, she is not going to cook dinner. She is not going to cook dinner. അല്ലേ? അവൾ ഡിന്നർ അല്ലെങ്കിൽ അത്താഴം പാചകം ചെയ്യില്ല എന്നർത്ഥത്തിലാണ്. ഓക്കെ. Then next one, Ravi is not going to build a house. രവി ഒരു പുതിയ വീട് നിർമ്മിക്കില്ല എന്നർത്ഥത്തിലാണ്. ഓക്കെ. The next one, she is not going to come with you tomorrow. അവൾ നാളെ നിങ്ങളെ കൂടെ വരില്ല എന്നർത്ഥത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് നിഷേധവാക്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആം നോട്ടിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് ആം ഗോയിങ് ടു എന്ന ആ ഒരു പാറ്റേണിന് പകരം അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? V1 ആണ്. ഓക്കെ. അപ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം നോട്ട്, ഷീ ആണെങ്കിൽ ഷീസ് നോട്ട് അല്ലേ? ഇങ്ങനെ ഏതെങ്കിലും എന്താ പറയുക, നൗണ് അല്ലേ, നാമങ്ങളൊക്കെ ആണെങ്കിൽ ഈസ് നോട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. If you like this class, please do not forget to like, share and subscribe. I'll be back soon with another lesson. Till then, bye.